മൊബൈലിൽ നിന്ന് കംപ്ലൈൻ്റ് ആയാലോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കുറച്ചധികം കട്ടായാലോ ബോറടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് ഞാനിങ്ങനെ വേറൊരു കാര്യം ആലോചിക്കുകയാണ്. പണ്ട് നമ്മൾ ചെറുപ്പകാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ മൊബൈൽ ഉണ്ടായെങ്കിലും പക്ഷേ അതൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടച്ച് ഫോൺ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒരു ലെവലായിരുന്നില്ല. ഒരു കീപാഡ് സെറ്റ്. അതിലത്തെ ഏറ്റവും മികച്ച സാധനം എന്ന് പറഞ്ഞാൽ സ്നേക്ക് ഗെയിമാണ്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതും ചുരുക്കം ചില ആൾക്കാരുടെ വീടുകളിലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ ചെറുപ്പകാലത്ത്. പക്ഷെ അന്നൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു സമയത്തെ കൊന്നുകൊണ്ടിരുന്നതെന്ന് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് പ്രോബ്ലമോ അല്ലെങ്കിൽ മൊബൈൽ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? ബോറടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മളൊരു ടയർ എടുത്ത് ചുമ്മാ തട്ടിക്കളിക്കും. മാങ്ങ എറിയാൻ പോവും. സൈക്കിൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടും. ഒരു രാവിലെ ഒരു വെക്കേഷന് 2 മാസം മൊബൈലില്ലാത്തൊരു 2 മാസം തള്ളി നീക്കിയത് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ തള്ളി നീക്കിയെന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ എന്താ പറയുക പടക്കം മാലപ്പടക്കം പൊട്ടണ പോലെയാണ് 2 മാസം തീർന്നത്. മൊബൈലില്ലാണ്ട്. നമ്മളെന്തൊക്കെയാ സംസാരിച്ചിരുന്നതെന്ന് തന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ അത്രയും നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. സൈക്കിൾ ചവിട്ടാനുണ്ടായിരുന്നു. പല പല പറമ്പുകളിൽ കയറി മാങ്ങ ഇതൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു. സത്യത്തിൽ രാവിലെ മൊബൈലില്ലാതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നമ്മൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പോലെ തോന്നും. നമുക്കത് തള്ളി നീക്കാൻ പറ്റില്ല. പക്ഷെ അന്നെന്നൊക്കെ പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കളിയോട് കളിയാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? കല്ല് കളിക്കുമായിരുന്നു. സാറ്റ് കളിക്കുമായിരുന്നു. ഒന്നും പറ്റില്ലെങ്കിൽ നമ്മൾ മറ്റേ സേഫ്റ്റി പിൻ എടുത്തിട്ട് എറിഞ്ഞിട്ട് മറ്റേ ചൂടും തണുപ്പും എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ചെയ്യുമായിരുന്നു. അങ്ങനെ എന്തൊക്കെ പരിപാടികൾ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്നു. 2 മാസം മൊബൈലില്ലാത്ത 2 മാസം നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്ത് നടന്നിരുന്നു. അങ്ങനത്തെ അതൊരു നൊസ്റ്റാൾജിയ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളുണ്ട്. മൊബൈലുള്ളൊരു വെക്കേഷൻ പോലെയല്ല നമ്മൾ മൊബൈലില്ലാത്തൊരു വെക്കേഷൻ കൊണ്ട് നടന്നിരുന്നത്. അത് ഭയങ്കര എന്താ പറയുക പല പല കാര്യങ്ങൾ കൊണ്ട് റിച്ചായിരുന്നു സത്യത്തിൽ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇനിയുള്ള പിള്ളേർക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ ഈ അച്ഛനമ്മമാർ പറയില്ലേ, ഞങ്ങളെ ചെറുപ്പകാലം പോലെയല്ല നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊക്കെ നടന്നിരുന്ന കാലമാണ് കാലം. പക്ഷേ എത്രയൊക്കെ ജനറേഷൻ കഴിഞ്ഞാലും ഇപ്പോൾ മൊബൈൽ ഇല്ലാത്ത കാലം മൊബൈലുള്ള കാലം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സത്യത്തിൽ മൊബൈലുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന പിള്ളേരുടെ നഷ്ടമാണതെല്ലാം. പക്ഷേ അവരുടെ മക്കൾ വരുമ്പോഴേക്കും ഇവരായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നത്. അവർക്ക് കുറച്ച് നേരം ഇരുന്ന് മൊബൈൽ നോക്കാൻ പറ്റിയിരുന്നു. ഇനി അവരെ മക്കൾ വരുമ്പോൾ എന്താവോ ലോകത്ത് നടക്കാൻ പോകണമെന്ന് ആർക്കറിയാം.